ഹാപ്പി പാർക്കിന്റെ അതിശക്തമായ പ്ലാറ്റ്ഫോമാണ് മണി മൈൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റിംഗ് എന്ന പ്രോഗ്രാം. 14 ബാച്ചുകളായി ഈ പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രോഗ്രാമിലൂടെ കടന്നുപോയി. നമ്മൾ ഈ പ്രോഗ്രാമിൽ കൃത്യമായി പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായി ഓൺ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അത് എല്ലാ വിഷയത്തിലുമുണ്ട്. ചില ആളുകൾ ലൈഫിൽ അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. വേറെ ചില ആളുകൾ ലൈഫിൽ വെച്ചടി കയറ്റം. വേറെ ചില ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതേ കാര്യം തന്നെ വേറൊരുത്തം പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് ഒരാൾക്ക് അംഗീകാരങ്ങളും ശക്തിയും പണവും ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നു? വേറൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം മറ്റവൻ ചെയ്തതൊക്കെ ഇവൻ ചെയ്താലും യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതിന് കാരണം അവന്റെ കാണാത്ത ലോകത്തുള്ള അതിശക്തമായിട്ടുള്ള ചില ഫയലുകളാണ്, അല്ലെങ്കിൽ ചില അടിവേരുകളാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കോഴ്സ്. തുല്യതയില്ലാത്ത, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിന്റെ ഉള്ളിൽ ശക്തമായ അടിയൊഴുക്ക് സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അതിശക്തമായ രൂപത്തിലുള്ള ഒരു മാറ്റത്തിന് കളമൊരുക്കുന്ന ശക്തമായ പ്രോഗ്രാം ആകുന്നു മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ 1000 കുതിരശക്തിയോടുകൂടി എല്ലാ തവണയും പറയാറുണ്ട്, ഇതൊന്നും എല്ലാവരും അനുഭവിക്കണം. ഹാപ്പി പാർക്കിലോട്ട് ഒരാൾ വരണമെങ്കിൽ, സന്തോഷത്തിന്റെ ഈ പാർക്കിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം അവർ അറ്റൻഡ് ചെയ്യേണ്ടത് ഈ മണി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ റിച്ച്നെസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കോഴ്സ് ആകുന്നു. അതില് നമുക്ക് പണം ഉണ്ടാക്കാൻ മാത്രമല്ല, ജീവിതത്തിന്റെ നിഖിത മേഖലകളെയും അത് സ്പർശിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ അനുഭവം നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, ഒരാള് കടക്കണിയിൽ കുടുങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നലെ ഈ പബ്ലിക് ആയ പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, താൻ മരിക്കുന്നതായിട്ട് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. എന്നും തന്റെ മരണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഈ ഒരൊറ്റ പ്രോഗ്രാമിനോട് കൂടി അദ്ദേഹം പറഞ്ഞു, എന്റെ ഫിനാൻഷ്യലി ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ അറ്റൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, മനസ്സ് കംപ്ലീറ്റ്ലി മാറി. മനസ്സ് മാറുമ്പോൾ ഗ്രാജുവലി ബാക്കിയുള്ളതും മാറും. ആദ്യം മാറേണ്ടത് മനസ്സാകുന്നു. ഒരു മനുഷ്യൻ ആദ്യം മാറ്റേണ്ടത് മനസ്സാകുന്നു. മനസ്സ് മാറി എന്നതിന്റെ അർത്ഥം അവന്റെ ഉള്ളു മാറിയ ഉടനെ തന്നെ പുറത്ത് മാറ്റം വന്നോളുന്നുണ്ടാവില്ല. പക്ഷെ പുറത്ത് മാറ്റം വന്നേ പറ്റൂ. അതാണ് ഹാപ്പി പാർക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. അവരുടെ അകം മാറി, പുറം മാറി. അതാണ് ഈ ട്രഷറും കാര്യങ്ങളൊക്കെ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം സമയം കളയുന്നില്ല. 14ാമത്തെ ബാച്ചിലുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണോ? മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് കോഴ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിലും, നമുക്ക് അടുത്ത ദിവസം എന്റെ ലൈവ് സെഷൻ ഉണ്ടാവും അതിൽ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഇത് മനുഷ്യരാശിക്ക് ഉപകാരമുള്ളതാണോ? എന്തുവാണ് അതിൽ പഠിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ സംസാരിക്കാം. ഇറ്റ് ഈസ് യുവർ ടൈം. ഒന്ന് മൈക്ക് പോയിന്റിലോട്ട് വന്നോളൂ. ആരാണ് സംസാരിക്കുന്നത്? ആദ്യം സംസാരിക്കുന്ന ആരായിരുന്നു? ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. എന്നാ കുഴപ്പമില്ല, സംസാരിച്ചോ. എന്റെ പേര് ബൽക്കീസ് എന്നാണ്. പിന്നെ ഞാൻ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നും മനസ്സിലുണ്ടാവും ഒന്ന് ഉയരണം. പിന്നെ ഒക്കെ ഖുർആൻ പഠിച്ചു, ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആദ്യമൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്നു കാശ് തൊട്ട്, പിന്നെയൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ എന്നുള്ള ചോദിച്ചിട്ടാ വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാന് സ്റ്റിച്ചിങ് പഠിച്ചു. സ്റ്റിച്ചിങ് പഠിച്ചിട്ടും തന്നെ ഉയരണം എന്ന് മനസ്സിലുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും ഒരു ബ്ലോക്കാണ് മനസ്സിൽ. ഇപ്പോ മാഷാ അള്ളാ ഞാന് പിന്നെ സ്റ്റിച്ചിങ് ഒന്നും കൂടി പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ അതുപോലെ കുറച്ച് തുണികളും സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ പഠിക്കലും വിൽക്കലും ഒക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് അതിനുള്ള റെഡി ആയി നിൽക്കുകയാണ് ഇപ്പൊ. മാഷാ അള്ളാ ഒരുപാട് മനസ്സിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാനിത് നടത്തിയാൽ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഈ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കണ്ടന്റ് എങ്ങനെയുണ്ട്? സാധാരണക്കാരായ ആൾക്കാരുടെ ലൈഫിൽ എന്ത് തന്നെ ആയാലും ഏതൊരു സാധാരണക്കാരന്റെ ജീവിതവും മാറ്റുവാൻ പര്യാപ്തമല്ലേ അതിലെ നോളജുകളും അതിലെ അതെ. പരിശീലനങ്ങളും അല്ലെങ്കിൽ അതിലെ ആക്ടിവിറ്റീസുകളും? അത് ശരിയാണ്.
അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിലെ ആക്ടിവിറ്റി ഒക്കെ കറക്റ്റ് ചെയ്താലൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആർക്കും അതിൽ പങ്കെടുത്താൽ വിജയിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും തോന്നുന്ന വിചാരിക്കണേ. ശരി, അൽഹംദുലില്ലാ. നിങ്ങൾ മലപ്പുറം ആണല്ലേ? ആ അതെ അതെ. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? മലപ്പുറക്കാർ സ്ലാഗ് പെട്ടെന്ന് മനസ്സിലാവും. മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂരൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ശരി, ഇനി സാറേ ഞാൻ പറയൂ. സംസാരിക്കാം. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? പറ്റും. എന്നാൽ ക്യാമറ ഓൺ ആക്കി സംസാരിച്ചോളൂ, എന്നാൽ ആളുകളെ കണ്ട് സംസാരിക്കാലോ. പറയൂ. സാറേ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇതില് വരാൻ സാധിച്ചത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതണത്. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ ഇതിൽ ആർക്കും എത്തിച്ചേരാൻ കഴിയില്ല. കുറച്ച് നന്മയുള്ള മനുഷ്യർ തന്നെയാണ് ഇതിലേക്ക് എത്തിച്ചേരുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ സാറിന്റെ ഓരോ ക്ലാസ്സും ശരിക്കും പറയുകയാണെങ്കിൽ മണി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കോടീശ്വരി ആവാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ അതിൽ കയറിയത്. എനിക്ക് പുതിയ പുതിയ അറിവുകൾ നേടാ എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ശരിക്കും ഇന്ന് കോടീശ്വരിയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് സാറിനോടും ആദ്യം ദൈവത്തോടും പിന്നെ സാറിനോടും നന്ദി പറയുന്നത്. കോടീശ്വരി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഉള്ളിലോട്ടൊന്ന് നോക്കിയേ. ഇത്രയും സമ്പത്ത് ഇന്നത്തെ മെഡിറ്റേഷനിൽ സാർ പറഞ്ഞത് എന്തോരം സമ്പത്താണ് നമ്മളുള്ളത്. ഭയങ്കര കോടീശ്വരി. ഇതിലിരിക്കുന്ന ഓരോരുത്തരും ഭയങ്കര കോടീശ്വരന്മാരും കോടീശ്വരികളുമാണ്. അത് മനസ്സിലാക്കി തന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ അനുഗ്രഹത്തെ കുറിച്ച് എഴുതാൻ. എനിക്ക് എഴുതിയിട്ടൊരറ്റവും ഇല്ല. ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണത്. അത് തന്നെ നമുക്ക് നമ്മളെ മനസ്സിൽ നല്ല മാറ്റം വരുത്താൻ കഴിയും. നമ്മളെല്ലാത്തിന്റെ രാജാവാന്ന് തോന്നും. ഈ ലോകത്തിൽ നമ്മളാണ് ഏറ്റവും ഉയർന്ന ഒരു വ്യക്തി എന്ന് പോലെ നമുക്ക് തോന്നിപ്പോവും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും ശരിക്കും പറയുകയാണെങ്കിൽ ഞാനത് പറയണമെങ്കിൽ തന്നെ എനിക്കിപ്പോ ബിസിനസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ അതിൻ്റെ അത് അത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വല്ലാണ്ട് അങ്ങോട്ട് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. അതിനേക്കാളും നല്ല മേഖലകളിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാറ് പിന്നെ കുറേ ആളുകളെ ഇത്തരത്തിലാക്കിയാൽ തന്നെ നമ്മുടെ നാടിനുണ്ടാവുന്ന ഒരു മാറ്റം അത് ഏറ്റവും ഞാനത് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റം ജനങ്ങളിലേക്ക്. കാരണം ഞാൻ എന്ന വ്യക്തി നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് മാത്രമല്ല നമ്മുടെ അയൽവാസികൾ, കുടുംബം, സമൂഹം എല്ലാം നന്നായിട്ട് തീരും. അപ്പൊ ഓരോരുത്തരും ഈ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് 2 മാസമായെങ്കിൽ തന്നെ, അല്ല 2 മാസമല്ല 6 മാസമായിട്ടുണ്ട്. പക്ഷെ എനിക്കത് കാണാന് പിന്നെ സമയമില്ലാത്തതിന്റെ പേരിൽ സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ നീക്കി വെക്കാറാണ്. ഇപ്പൊ 2 മാസമായിട്ട് കറക്റ്റായിട്ട് ഞാനിത് കയറും. ഇതിന്റെ ട്രഷർ കോഴ്സ് വന്നപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ കയറട്ടെ എന്ന് ഒരു സാറിനോട് ചോദിച്ചായിരുന്നു ഓഫീസിൽ വിളിച്ചിട്ട്. അപ്പൊ പറഞ്ഞു ആദ്യം മണി മൈൻഡ് സെറ്റ് ചെയ്യാന്. അപ്പൊ അതുപോലെ ഓരോ കോഴ്സും ഓരോ ദിവസത്തെ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചാണ്. അത് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും എല്ലാവരും പരമാവധി ആളുകൾ ഇതിലേക്ക് ക്ഷണിക്കുകയും ഒന്നുകില്ലെങ്കിൽ നമ്മളും നമ്മളെ കുടുംബം തന്നെ രക്ഷപ്പെടും. അത്രയും നല്ല ക്ലാസ്സുകളാണ് സാർ നൽകുന്നത്. നമുക്ക് സഡൻലി ആക്ഷൻ കിട്ടുന്നത്. അതായത് ഒരു ഗുളിക കഴിക്കുന്നതിന് പകരം ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ എത്രത്തോളം ആക്ഷൻ കിട്ടും, അത്രയും ആക്ഷനാണ് നമ്മളെ മൈൻഡിൽ സംഭവിക്കുന്നത്. എന്തൊക്കെ തരംഗങ്ങളാണ് നമ്മളെ ബ്രെയിനിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല. അത്രയും നല്ലൊരു പ്രോഗ്രാമാണ്. എന്തായാലും ഇതില് ക്ലാസ് എടുക്കുന്ന കരീം സാറിന് ഏറ്റവും വലിയ നന്ദി, പ്രാർത്ഥന. പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവർക്കും നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ട്രഷറിൽ വരാൻ പറ്റൂ. കാരണം മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളുണ്ട്, അവർക്കാണ് ട്രഷറിൽ പങ്കെടുക്കാൻ പറ്റൂ. കാരണം ട്രഷർ എന്ന് പറയുന്നത് ബുദ്ധിശക്തമാണ്, വളരെ ആഴമാണ്. ഏതായാലും വലിയ സന്തോഷം. ഇനി മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത 14ാമത്തെ ബാച്ചിൽ ആൾക്ക് സംസാരിക്കാം. ഒത്തിരി ആളുകൾ പ്രതീക്ഷയാണ്. 14ാമത്തെ ബാച്ചല്ലേ? അതെ സർ. സംസാരിച്ചോളൂ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ഓക്കെ സർ, ശരി. പറ്റുകയാണെങ്കിൽ നന്നോ. ശരി. എന്റെ പേര് ശാന്ത. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ്. ഞാൻ ഈ ഇതിലേക്ക് വന്നിട്ട് 2 മാസമായത്. നിങ്ങളെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ് സർ. ഒന്നിനൊന്ന് മെച്ചാണ്. ഞാൻ എൻ്റെ ബിസിനസ് ഞാനൊരു ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ചെയ്യുന്നുള്ളത്. അപ്പൊ അത് മൈ ലൈഫ് എന്ന ഒരു ബിസിനസ് വെൽനസ് പ്രൊഡക്റ്റുകൾ, പിന്നെ കുറെ വീട്ടിലെ ആഗ്രോ പ്രൊഡക്റ്റുകളെല്ലാം കൃഷിക്കുള്ളതെല്ലാം. അപ്പൊ ഞാൻ 3 വർഷം നന്നായിട്ട് ചെയ്ത് നല്ലൊരു ഇതിലേക്ക് ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ട് സാർ പറഞ്ഞ പോലെ 10ൽ 10 ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ
കുറെ തളർത്തി ശാരീരികമായിട്ട് മാനസികമായി തളർന്ന സമയത്താണ് ഇപ്പൊ എനിക്ക് ഈ ബിസിനസ് പിന്നെ സാറിന്റെ ഈ ഹാപ്പി പാർക്ക് എനിക്ക് കിട്ടുന്നത്. ഇത് കിട്ടുന്ന ശേഷം ഞാൻ നല്ലൊരു ഹാപ്പി ആയിട്ടാണല്ലോ സാർ, നല്ല നല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു ഞാൻ വീണ്ടും ബിസിനസ്സിന് വേണ്ടിയിട്ട്. സാറിന്റെ ഓരോ ക്ലാസ്സും 8ാമത്തെ ക്ലാസ്സും കൂടി കേട്ടതോടെ ഞാൻ സാറിന്റെ പറയുന്ന ഓരോ ആക്ടിവിറ്റിക്കും ഇപ്പൊ വീട് പുതിയ വലിയ വീട് അതെല്ലാം ബഹുമാനിക്കാനും സ്നേഹിക്കാനും അങ്ങനെയുള്ള ഇന്നലെ റീറ്റെയിലിന് വരെ ഞാൻ പോയി അങ്ങനെ വീടിനെല്ലാം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുഗ്രഹിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് സാറ്. സാറിന്റെ ക്ലാസ് അത്രയും സൂപ്പറാണ്. എനിക്ക് ഈ ബിസിനസ് എന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതുവരെ ഞാൻ 10ൽ 4 ഉണ്ടായത് എനിക്ക് ശാരീരികമായി തളർന്ന സമയത്ത്. ഇപ്പം ഞാൻ ഒരു 7ലേക്ക് ഞാൻ പോകുന്നുണ്ട്. എന്തായാലും സാറിന്റെ അത്രയ്ക്കും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഇത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. എനിക്കിപ്പം എനിക്ക് ഈ ലിങ്ക് തന്ന ജനുവരി തൊട്ട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തന്നതുകൊണ്ട്. ആകെ 2 മാസം ആയിട്ടുള്ളൂ വന്നിട്ട്. ഞാൻ ഇതിനെ പറ്റിട്ട് എങ്ങനെ ഇത് ചെയ്താലും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ അതിനോട് മണിമേന്റെ സെറ്റിലേക്ക് ഞാൻ കോഴ്സ് എടുക്കുകയും ചെയ്തു. 8 ക്ലാസ് ഞാൻ കേട്ടു സാറേ. ഓക്കെ സാർ. വെരി ഗുഡ്, വെരി ഓക്കെ, ഗുഡ്. താങ്ക് യു നീ സാർ. നാളെയും കഴിഞ്ഞ് ഓക്കെ തിങ്കളാഴ്ച സാറിന് ഒരുപാട് നന്ദിയുണ്ട് സാറേ. ലാസ്റ്റ് സെഷനൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും അത്രയും ഡീപ്പാണ്, അത്രയും ഡീപ്പാണ്. കാരണം സാർ ഞാൻ ആകെ തളർന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ വീണ്ടും ഞാൻ എഴുന്നേറ്റത്. ആ ഒരു ഇതിലേക്കാണ് ഞാൻ സാറ് പറഞ്ഞ പോലെ 4ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നു സാറേ. അപ്പൊ അവിടുന്ന് 1 ലക്ഷം രൂപ വരെ എനിക്ക് കിട്ടാനുള്ളടത്തുനിന്ന് അതിനു വേണ്ടി ഞാൻ പിന്നെ ഇതിനേക്ക് എനിക്ക് മക്കളും അറിഞ്ഞു. മക്കള് പിന്നെ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് ഈ സാറിന്റെ ക്ലാസ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സാറേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ അത് ഓക്കെ സാർ, മുടക്കുന്ന താങ്ക് യു സാർ, ഫീസും താങ്ക് യു. അതിൽ മുടക്കുന്ന ഫീസും നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? കമ്പയർ നല്ല ഇത് 2000 രൂപയ്ക്ക് കിട്ടേണ്ട ക്ലാസ് ഒന്നല്ല, അത്രയ്ക്ക് നല്ല ക്ലാസ് ആണ് സാർ. ഞാനിപ്പം എല്ലാരോടും അതാണ് പറയുന്നത്. ഇതിപ്പോ 2000 രൂപയൊന്നും ഒന്നുമല്ല, അത്ര നല്ല ക്ലാസ് ആണ്. ഇപ്പൊ നമുക്ക് ബിസിനസ്സിൽ മൈ ലൈഫിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് കിട്ടുന്നത് കുറച്ചൊക്കെ ഇതിലുണ്ട്. എന്നാലും നമുക്ക് അതില് കുറച്ച് പൈസ കൊടുക്കണം. പക്ഷെ ഇത് 2000 രൂപയ്ക്കൊന്നും ഒന്നും അല്ല. ഇത് അത്രയും നല്ല ക്ലാസ് ആണ് സാറേ. പോരാ അത്രയും എടുത്താല്. വളരെ വളരെ സന്തോഷം. അതാണ് അതിന്റെ സത്യവും. കാരണം ചില ആൾക്കാർ വിചാരിക്കും ഈ 2000 അല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊരു 20,000 മുകളിലോട്ട് പോകും, യാതൊരു സംശയവുമില്ല. 15ാമത്തെ ബാച്ച് തുടങ്ങുന്നുണ്ട്. അടുത്ത മാർച്ച് 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാർ ഇപ്പൊ തന്നെ തീരുമാനം എടുക്കുക, അതിലൊന്ന് പങ്കെടുക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അടുത്താരാ സംസാരിക്കുന്നത്? സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. പറയൂ. പറഞ്ഞോട്ടെ സാറേ, ഞാൻ പുതിയൊരാളാണ്. ഇടയ്ക്കും ഇടയ്ക്കും സാറിന്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടായിരുന്നു, ഇടയ്ക്ക് കയറാറുണ്ടായിരുന്നു. ഞാൻ പൈസ മുടക്കിയൊന്നും കയറില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഈ ഫ്രീ ക്ലാസ് കിട്ടിയിട്ട് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട്. ഇപ്പൊ ആ മാഡം പറഞ്ഞില്ലേ, മൈ ലൈഫിൽ ഞാനും വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഒരു ദിവസം പോലും എനിക്ക് പൈസ വരാത്ത ഒരു ദിവസം പോലും ഇല്ല. നല്ല പോലെ റീറ്റെയിൽ കൊടുക്കാൻ പറ്റുന്നു. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും കോട്ടയത്ത് നിന്ന് സാറിനെ ഞങ്ങൾ 5 പേര് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ നമ്പർ കൊടുത്ത് അവരെല്ലാം പൈസ അടിച്ച് സാറിന് ക്ലാസ്സിൽ കയറും. സാറിനെ നേരിട്ടൊന്ന് കാണണമെന്ന് ഓർത്ത് തന്നെ ഇരിക്കുന്നു. വളരെ താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. കോട്ടയത്ത് വെച്ച് കാണാം, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്താരാണ് സംസാരിക്കുന്നത്? അടുത്താരായിരുന്നു? നേരത്തെ ഒരാൾ മൈക്ക് ഓൺ ആക്കിയിരുന്നു. സിന്ധു മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. സിന്ധു സംസാരിച്ചോളൂ. സാറേ, ഞാൻ ചേർത്തലയെന്നാണ്. ഞാൻ സാറിന്റെ മൈൻഡ് സെറ്റ് ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് വളരെ നല്ല ഒരു അനുഭവമാണ് ഉണ്ടായത്. ഞാൻ വിചാരിച്ചിരുന്നത് പുറം എല്ലാം നന്നായിട്ട് സന്തോഷിക്കാന്നുള്ളതായിരുന്നു വിചാരിച്ചത്. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതോടുകൂടി അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൻ നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റെഡി ആയിക്കോളും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പൊ അതൊരു ജീർണിച്ച അവസ്ഥയിലാക്കിയായിരുന്നു. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 2 ദിവസത്തിന് ശേഷം എനിക്ക് നല്ല വിധത്തിൽ ആ കടയൊന്ന് റെഡിയാക്കും. ഒരു ബ്യൂട്ടി പാർലറാണ്. അപ്പൊ അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് പുതിയ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ കിട്ടി. വളരെ നല്ല വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സാറിനും ഈ ഹാപ്പി പാർക്കിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി.
ഓക്കെ ഓക്കെ, അത് നിങ്ങൾ ആ ക്ലാസ്സിലെ കണ്ടന്റ് നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ എനർജി മാറിയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് കൃത്യമായിട്ട് അതെ അതെ ഡീപ്പായി. തീർച്ചയായും സാർ. എല്ലാം റെഡി ആയിട്ട് സന്തോഷിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. മനസ്സ് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കി പുറമേ ഉള്ളതെല്ലാം റെഡി ആയിക്കോളും. അതാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത്. ശരി, വളരെ സന്തോഷം. ആ, അതായത് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ കോഴ്സിന്റെ കണ്ടന്റ് അത് പ്രകാശമാനമാണെന്ന് മാത്രമല്ല, അതിൽ അതിശക്തമായ ഊർജ്ജമുണ്ട്. അത് ഒരാൾ ശരിക്കും ഉള്ളിലോട്ട് ആവാഹിച്ചു കഴിഞ്ഞാൽ അത് കേവലം ക്ലാസ് മാത്രമല്ല, ആ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നമ്മുടെ തന്നെ അന്തരാത്മാവിലോട്ട് സന്നിവേശിപ്പിക്കുവാനുള്ള ചില ആക്ടിവിറ്റി കൂടിയുണ്ട്. കാരണം കേട്ടത് കൊണ്ട് മാത്രം എത്ര ക്ലാസ് കേട്ടാലും നമുക്ക് വലിയ മാറ്റമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ആ കേട്ട കാര്യങ്ങൾ നമ്മുടെ സെല്ലുലാർ മെമ്മറിയിലോട്ട് സന്നിവേശിപ്പിക്കാനുള്ള ചില ആക്ടിവിറ്റീസ് കൂടിയുണ്ട്. അതുകൂടി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു യാത്രയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും അടുത്ത ബാച്ചിൽ ട്രഷറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കാരണം ഇതൊക്കെ നിങ്ങളെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരുമ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇത് വേറെ അത്ഭുതങ്ങളോ മായാജാലങ്ങളോ ഒന്നുമല്ല. അവനവന്റെ ചിന്താഗതിയിലും അവനവന്റെ കാഴ്ചപ്പാടിലും അവനവന്റെ ഉള്ളിലുള്ള അന്ധകാരം അകലുമ്പോഴാകുന്നു ഈ ഗുണങ്ങളെല്ലാം മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? മണി മൈൻഡ് സെറ്റ് ബാച്ച് 14 ഇനി ആരെങ്കിലും ഉണ്ടോ? ആ, പറയൂ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അനസ് എന്നാണ്. ഉം. എനിക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് കടമുണ്ട്. ഞാൻ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ബിസിനസ് ചെയ്ത ഒരുപാട് കടമുണ്ട്. ഇതൊരു കട എങ്ങനെ വീട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം, ഇങ്ങനെ ഒരു കോടീശ്വരനാവണം എന്നുള്ള ചിന്ത ഇപ്പൊ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് അതാവും, തീർച്ചയായിട്ടും ആവും എന്നാണ് ഇന്നത്തെ ക്ലാസ് വരെ എനിക്ക് മനസ്സിലായത്. എന്താ വെച്ചാല് പിന്നെ നമ്മള് ചിന്ത ഇപ്പൊ സാറ് പറഞ്ഞ ഓരോ ക്ലാസ്സിലും പറഞ്ഞ ഓരോ ഫയലുണ്ടല്ലോ, അത് ഓരോ ചിന്ത, അത് ഡെഫിനറ്റ് ഇപ്പൊ ഇന്നത്തെ ഞാൻ പകുതി കേട്ടു. അപ്പോഴാണ് സാറ് നത്താൻ കഴിച്ച പാടുന്ന കുറച്ച് കേട്ടു. പിന്നെ ക്ലാസ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. അപ്പോ ഈ 9 പിന്നെ ഈ 8 എണ്ണത്തിന് നമ്മള് ഫയലിലുള്ളത് എല്ലാം നമ്മളെ മനസ്സിലുള്ളതാണ്. അത് പിന്നെ മാറ്റിയെടുക്കണം. അപ്പൊ നമ്മളിപ്പോ ഏതൊരാളെ കണ്ടാലും എന്ത് കണ്ടാലും എന്തൊന്ന് കണ്ടു കഴിഞ്ഞാലും ഒരു വസ്തു കണ്ടു കഴിഞ്ഞാലും അത് ബിസിനസ് ആക്കാനുള്ളൊരു അവസരങ്ങൾ വന്നു. ഇപ്പൊ ഒരു ആക്ടിവിറ്റീസ് തന്നിരുന്നു, ക്ലബുകളിൽ കയറാൻ, അതുപോലെ എന്തെങ്കിലും കോഴ്സുകൾ കയറാൻ. പക്ഷെ ഞാൻ അന്നാണ് എനിക്കൊരു കോഴ്സ് ഇങ്ങോട്ട് വന്ന് കയറിയത്. ഒരു നല്ല പ്രശസ്തനായിട്ടുള്ള ഒരു മോട്ടിവേറ്ററാണ്, ഫാറൂഖ് സെൻസായി എന്നറിയും. ഖത്തർ എയർവേസിന്റെ ഒക്കെ ഒരു ട്രെയിനറായിരുന്നു. ഞാൻ ഇന്ന ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രീ ക്ലാസ് ഇങ്ങോട്ട് വന്ന് കയറി. അന്ന് പൈല് ഞാൻ ജോയിൻ ചെയ്ത്. അതൊരു ലീഡർഷിപ്പ് എങ്ങനെ മോട്ടിവേറ്റ്, നമ്മുടെ ഉള്ളിലുള്ളൊരു ലീഡർഷിപ്പിനെ എങ്ങനെ പുറത്തേക്ക് ഇടാന്നുള്ള ഒരു അവസരം. അത് ഇങ്ങോട്ട് വന്ന് കയറിയതാ, നമ്മൾ പറയില്ല. അപ്പൊ അതിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാൻ അതുപോലെ പിന്നെ ഒരു അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നെതർലാൻഡ്സിൽ ഒരു അവസരം ഇപ്പൊ വന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കുറെ ആയിരുന്നു. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റാണ് വന്നത്. 2 ദിവസമായിട്ടുള്ളൂ PCC എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ പറഞ്ഞില്ല, മെയിൻറ്റ് മാറിയതിന് ശേഷം ഇങ്ങോട്ട് വന്ന് കയറിയതാണ് ഞാൻ ആണ്ട്. അപ്പൊ അത് ഉണ്ട് എല്ലാ രീതിയിലും ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള ഓരോന്നാണ് അത്. പിന്നെ നമ്മൾ മെയിൻറ്റ് മാറുമ്പോ തന്നെ നമ്മൾ ഹാപ്പി ആണല്ലോ. ഇങ്ങനെ ഇതുവരെ ഒരു കടം മാത്രമാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെ കടം വിട്ടാന്നുള്ള എല്ലാം ഞാൻ ചിന്തിക്കുന്നു. എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്ന് മാത്രം ഇപ്പത്തെ എന്റെ ചിന്ത. ഇപ്പൊ ഒരു 10 ദിവസമായിട്ടുള്ള എന്റെ ചിന്തയുടെ മെയിൻ്റെ ഇപ്പൊ അങ്ങനെയാണ്. എന്റെ ചിന്ത എന്ത് കാണുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം ചിന്തയാണ്. ചില ആക്ടിവിറ്റീസ് തന്നെയാണ് അത് ഇങ്ങനെ നമ്മളവിടെ എത്തിക്കണം. ഇങ്ങനെ ചെറിയൊരു ആക്ടിവിറ്റി അറിയല്ലോ, ആക്ടിവിറ്റിയാണ് നമ്മൾ അതിലേക്ക് ചിന്തിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ തുറന്ന് പറയാലോ, ചിലർക്കൊരു പറയാൻ ഇതുണ്ടാവും, പണിണ്ടാവും. നമ്മളൊരു പണക്കാരനെ കാണുമ്പോഴുള്ള നമ്മളൊരു ചിന്ത ഒരു 50% മുകളിൽ അത് ശരിയായിരുന്നു. പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് പണ്ട് ഇതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ കുറെ കാലം മുമ്പ് ഞങ്ങളിപ്പോ ഇതുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരാളായിരുന്നു.
നമ്മളാ ലെവലിലുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഷെയ്ക്കാൻ കൊടുക്കാൻ പോയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് സലാമൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ പറയണതിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മളങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷെ വെരി മൈക്കെടുക്കൻ ഗുഡ്. സാറിന്റെ ഇപ്പൊ പിന്നെ ക്ലാസ് വളരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ തുറന്നു പറയണം. വെരി ഇതൊക്കെ ഗുഡ്. ഇവിടെ പുതിയ ആളുകള് ഇത് ചെയ്യണം നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അങ്ങനെ ഇനിയിപ്പം പറയാം സാമ്പത്തികപരമായിട്ടൊന്നല്ല, നമ്മളിപ്പോ സമ്പത്തിനും മാത്രമല്ല പറഞ്ഞത്, നമ്മളെ ക്യാരക്ടറിലൊക്കെ ഒരു മാറ്റം വരും. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരാളോട് പെരുമാറുന്നത് ഒക്കെ നമ്മളിൽ മാറ്റം വരും എന്നുള്ളത് മോശമാണ് ഉറപ്പാണ്. ഇൻഷാ അള്ളാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ആ കോഴ്സിൽ സാർ ഒരുപാട് കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഇതിന് മുടക്കിയതും നിങ്ങൾ കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു സാർ? ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുത്തില്ല. പക്ഷെ നമ്മളിപ്പോ വേറെ പറഞ്ഞ ആക്ടിവിറ്റീസ് കുറ്റം പറയാൻ പാടില്ലല്ലോ, ഒരാളെ ചെയ്ത കോഴ്സിനെ പറ്റി ഞാൻ പറയണില്ല. പക്ഷെ അത് അതുകൊണ്ട് ഞാൻ പറയണില്ല, ആ കോഴ്സിനെ പറ്റി ഞാൻ പറയണില്ല. മാറ്റമുണ്ട്. കാരണം ഒരുപാട് വ്യത്യാസം, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സാർ. കാരണം സാർ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ ക്ലാസ്സിൽ. അപ്പൊ നമ്മളിപ്പോ ഒരു വിഷയമാണ്, ഇപ്പൊ ഇന്നത്തെ ഫയലിനെ പറ്റിയുള്ള ആ ഫയലിനെ കുറിച്ച് മാത്രമേ സാർ പറയുള്ളൂ. അല്ലെ ഞാൻ വേറൊരു ക്ലാസ് വെച്ചാൽ ആ ട്രെയിനറെ കുറിച്ച് ക്ലാസ്സിന്റെ 90% ഒരു മണിക്കൂറാണെങ്കിൽ 50 മിനിറ്റും അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ, പ്രധാനപ്പെട്ട ഒരു 10 മിനിറ്റ് പറയുള്ളൂ. സാർ അങ്ങനല്ല, സാർ ആ വിഷയം മാത്രമാണ് നമ്മളെ ഈ പിന്നെ ആ ഒരു ട്രെയിൻ 1 മണിക്കൂർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സാർ സംസാരിക്കുന്നത്. അതുപോലെ സാറുടെ ആ ഒരു ടൈമിൽ ആ ഒരു 1 മണിക്കൂർ സാർ ഈ വിഷയം മാത്രം സംസാരിക്കുന്നു. അതിനെ നമുക്ക് ബോറടിക്കുക. ചിലർ അവരെ കാര്യങ്ങൾ പറയും, അവരുണ്ടായ കാര്യങ്ങൾ പറയാൻ സംസാരിക്കും. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു ഇതുപോലത്തെ ഒരു കോഴ്സാണ്. ആളെ പേരും എന്താന്ന് കൂടുതലായിട്ട് പറയണില്ല, നമ്മളങ്ങനെ ഒരു ആക്ടിവിറ്റി സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് പറയണില്ല. ശരി. ഞാൻ വേറെ ട്രെയിനേഴ്സിനെ ഒന്നും ഇവിടെ കുറ്റം പറയാനോ താഴ്ത്തി കിട്ടാനൊന്നും പാടില്ല. എല്ലാ ട്രെയിനർമാരും എന്തെങ്കിലും ഒരു ആത്മീയമായിട്ടുള്ള ചോദന ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. നമ്മൾ ഒരു പ്രത്യേകതയുള്ള ആളും വേറുള്ള ആൾക്കാരൊന്നും പ്രത്യേകത ഇല്ലാത്തവരൊന്നും നമുക്ക് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? പലപ്പോഴും ഞാൻ തന്നെയാണ് ഏറ്റവും ആധികാരികമായതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും തുല്യരാണ്. എല്ലാ ട്രെയിനേഴ്സും വിജയിക്കട്ടെ. കാരണം ട്രെയിനർമാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നാട്ടിലുണ്ട്. ഇപ്പൊ ഇതൊക്കെ വർദ്ധിച്ചു വരാൻ തന്നെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണം കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഒരു 10-25 നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2010 കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വളരെ പുച്ഛമായിരുന്നു. പുച്ഛം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പങ്കെടുക്കില്ല. നമുക്ക് ഒരുപാട് പണം നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഹോട്ടലോ മറ്റോ ഒക്കെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ. എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ നമ്മളിപ്പോ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചു, ഞാനിപ്പോ നാട്ടിലൊക്കെ നേരത്തെ പ്രോഗ്രാംസിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഞാനിപ്പോ അതൊക്കെ നിർത്തി. കാരണം അതിലൊന്നും ഇപ്പൊ സമയമില്ലാത്ത രൂപത്തിലോട്ട് മാറി. മനസ്സിലായില്ലേ? ഹാപ്പി പാർക്ക് തന്നെ നമുക്ക് എന്താ പറയാ, ഇതിലുള്ള പിന്നെ നമ്മുടെ സ്റ്റാഫിന് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും ആളുകൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത്രയും ജനങ്ങൾക്ക് മാറ്റമുള്ളത് കൊണ്ടാണിത്. മാത്രമല്ല ജെനുവിൻ ആയതും കൊണ്ടുപോകാം. ജെനുവിൻ ആണ് ഈ കാര്യം. ഇനിയിപ്പോ നിങ്ങൾ കോട്ടയത്ത് വരുന്നുണ്ടല്ലോ, കോട്ടയത്ത് നിങ്ങൾക്ക് ഒരു സെഷൻ ഉണ്ടാവും. ആ സെഷനിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുശേഷം ഒരു തെറാപ്പി ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ നിമിഷം മുതൽ അയാൾ മാറും. ആ നിമിഷം മുതൽ അയാൾക്ക് മാറ്റം ഉണ്ടാവും. അത് എൻ്റെ ഒരു കഴിവല്ല, ഞാൻ അതും കൂടി പറഞ്ഞുതരാം. ഞാനൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ടോ ഒന്നുമല്ല അത്. ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുവാൻ ദൈവം എനിക്കൊരു കഴിവ് നൽകിയത് കൊണ്ട് ആ കഴിവ് ഞാൻ നിങ്ങളോട് പ്രയോഗിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പ്രത്യേകത കൊണ്ടാകുന്നു ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേകത കൊണ്ടാകുന്നു ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് നൽകപ്പെട്ടത് ഇത് പഠിപ്പിക്കുവാനുള്ള കഴിവാണ്. അതുപോലെ തന്നെ അപൂർവമായി നോളജുകളും എനിക്ക് ഒരുപാട് സോഴ്സുകളുടെ പുസ്തകങ്ങളിലൂടെയും ട്രെയിനേഴ്സിലൂടെയും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നു. അത് മനോഹരമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുവാനുള്ള ഒരു കഴിവും എനിക്ക് ദൈവം നൽകി. അതനുസരിച്ചാവുന്നു കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുഴുവൻ ആളുകൾക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കണം എന്നതാണ്. ഒത്തിരി ആൾക്കാർ പലതും ടൈപ്പ് ചെയ്ത് ഞാനൊന്നും കാണുന്നില്ല. ഇനി അടുത്ത ആരാകുന്നു? 14ാമത്തെ ബാച്ചിൽ ആരാകുന്നു ഇനി സംസാരിക്കുന്ന ആരാകുന്നു? ആ പറയൂ. നമസ്കാരം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം, പറയൂ.
സാറേ എനിക്കിതിലേക്ക് വരാൻ പറ്റിയത് ബിൻസി മാഡത്തിന്റെ ഹസ്ബൻഡുമാണ് എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് അവരിലൂടെയാണ് ഞാൻ ഇതിലെത്തിച്ചേരുന്നത്. അപ്പൊ അവർക്ക് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സാറ് ഞാൻ സാറിനെ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഒരു മതത്തെയും എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്. അത് സാറിന്റെ ആ സംസാരത്തിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. സാറിന്റെ ഈ ക്ലാസ്സുകൾ വളരെ മെച്ചപ്പെട്ടതാണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ എല്ലാവർക്കും സാറിന്റെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ പണക്കാരെ അംഗീകരിക്കണമെന്നും അവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മറ്റെങ്ങും കേട്ടിട്ടില്ല. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്കത് കേൾക്കാൻ സാധിച്ചത്. വളരെ നന്ദി സാർ. ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടി ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത സെക്ഷനിൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ആൻസർ. ശരി. അതേപോലെ തന്നെ ഒരാൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് എന്താവുന്നു ഇഷ്യൂ? അവരുടെ ഇതൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കുവാനുള്ളത് ചെയ്യാം കേട്ടോ. എന്താണ് എത്രയും ഞാനും വെരി ഗുഡ്. ശരി, വളരെ സന്തോഷം. ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഏതായാലും ശരി, നമ്മൾ പുതിയ ബാച്ച് 15ാമത്തെ ബാച്ച് അടുത്ത മാർച്ച് 5-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹലോ സാറേ, ഞാനേ ഷീജായ. അപ്പൊ കുഞ്ഞുമാമാര് ഇതിനകത്ത് ചേർത്ത് അതിനകത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരുടെ അഭിപ്രായം പറയാനേ. അതിലൊരു കുഞ്ഞുമാവിന് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ എപ്പോഴും നിർബന്ധിക്കും. കൊച്ചു പെരുന്നാള്, വലിയ പെരുന്നാള്, ഓണം അടുപ്പിച്ചടുപ്പിച്ച് ബിസിനസ് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നിർബന്ധിച്ചാലും ബ്രോ വേണ്ട മോളെ വേണ്ട. അതിപ്പം സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഭയങ്കര ത്രില്ലടിച്ച് എന്റെ അടുത്ത് വിളിച്ചു പറയാ, എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ക്ലാസ് കേട്ടപ്പോ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അപ്പൊ എന്നാ ഒരു കടയെടുക്കുക, അവിടെ ഒരു കടയെടുത്ത് തുടങ്ങും. ചെയ്യണം. ഇപ്പൊ എന്നെ വേറെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ മാറ്റമുണ്ട്, ഇത് കേട്ടാന്ന് പറയാൻ പറഞ്ഞു. വെരി ഗുഡ്, വളരെ സന്തോഷം. അവരോടൊക്കെ ട്രഷറിൽ കൂടി ഒന്ന് പങ്കെടുക്കാൻ പറയും. ശരി, എനിക്ക് മാറ്റം വന്നപ്പോ എന്റെ അടുത്ത് ട്രഷറിലാ ചേരണമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം ഇതിലാ ചേരേണ്ടത്, ഇത് അന്നേരം എന്റെ പൈസ പെട്ടെന്ന് അങ്ങ് ഇട്ടുകൊടുന്ന് പറഞ്ഞ എന്നെ കൊണ്ടൊന്ന് ഇടിപ്പിച്ച് ഞാൻ ട്രഷറിലും കയറും ഇൻഷാ അല്ലാ. ഗുഡ്. ട്രഷറിൽ കയറണമെങ്കിൽ ഹാപ്പി പാർക്കിൽ ഒരു അടിവേരുണ്ടാവണം. ഒരു ഡീപ്പ് കണക്ഷൻ ഹാപ്പി പാർക്കുമായി ഉണ്ടായതിനു ശേഷം ട്രഷറിൽ കയറിയിട്ട് കാര്യം നമ്മളെ കുറിച്ച് ശരിക്കും നേരത്തെ അറിയണം. ഇച്ചിരി കാശിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് പറഞ്ഞ ഇതങ്ങ് അടക്കി, ഞാൻ ചേരുവാന്ന് പറഞ്ഞ അങ്ങ് ധൈര്യത്തെ അങ്ങ് എടുത്ത് തന്നിട്ട് പറഞ്ഞ അടയ്ക്കാൻ പറഞ്ഞു. അന്ന് കടങ്ങളൊക്കെ ഉണ്ടായ ക്യാഷ് ഒക്കെ വരും. ക്യാഷിനൊന്നും യാതൊരു പഞ്ഞുണ്ടാവില്ല. നമ്മുടെ മനസ്സ് റെഡിയായാൽ എല്ലാം വരും കേട്ടോ. അതേപോലെ തന്നെ പിന്നെ കോട്ടയത്തവര് വരുന്നുണ്ടാവില്ല. നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരും അല്ലേ? ട്രിവാൻഡ്രത്തല്ലേ വരുന്നത്? തിരുവനന്തപുരത്ത് 3 മണിക്കൂറല്ലേ ഉള്ളു സാറേ. അതുപോലെ റംലാൻ ആയോണ്ടേ തിരുവനന്തപുരത്ത് വരും ഇൻഷാ അല്ലാ. എറണാകുളത്ത് പ്രാവശ്യം കൊണ്ടുവന്നേ കുഞ്ഞുമ്മ. അന്നൊന്നും ആളിത്ര അങ്ങോട്ട് കാണിച്ചില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പഴായിരിക്കും എന്റെ സമയം. ഇപ്പൊ ഇവിടെ ഒരു ദിവസം വന്നായിരുന്നു, രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് ഇതിനകത്ത് ഭയങ്കര താല്പര്യം. ഞാൻ പറഞ്ഞു ഇപ്പഴായിരിക്കും കുഞ്ഞുമായി സമയമായത്, ഇപ്പഴായിരിക്കും, അതാണ് കയറാൻ തോന്നിയത്. അന്ന് എറണാകുളത്ത് കൊണ്ടുവന്നു ആദ്യം. ശരി. വലിയ സന്തോഷം. ഏതായാലും മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. 15ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ടൈപ്പ് ചെയ്ത് 15ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ യെസ് ടൈപ്പ് ചെയ്ത്, പുതിയ ബാച്ചിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകളൊന്ന് യെസ് ടൈപ്പ് ചെയ്ത്, പ്ലീസ് ടാപ്പ് യെസ്. മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കോഴ്സാവും. ഇത് ജീവിതത്തിന്റെ ഗതിവിഗതിയെ മാറ്റിമറിക്കും. അതായത് നമ്മുടെ കാഴ്ചപ്പാടിനെയും നമ്മുടെ ചിന്താഗതിയെയും നമ്മുടെ എന്താ പറയാ മുഴുവൻ നമ്മൾ ഇതുവരെ വിശ്വസിച്ചു പോകുന്ന ഒത്തിരി കാര്യങ്ങൾക്ക്
ഡെഫിനറ്റ്ലി ഇതുകൊണ്ട് മാറ്റം ഉണ്ടാവും, ഒരു സംശയ വിഷയത്തിലില്ല. ഓക്കെ, ഒരുപാട് ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്, ഇന്ന് തന്നെ നമ്മുടെ ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക. 15ാമത്തെ ബാച്ച് സാറേ, അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ആളുകളോട് ഒന്ന് പങ്കെടുക്കാൻ പറയൂ. 1 വർഷം വരെ ഈ കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു 10 ദിവസം മാത്രമല്ല, 1 വർഷം വരെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പെട്ടെന്നൊന്നും പോവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ, പൂർണ്ണമായിട്ടും ഈ കോഴ്സ് ഇമ്മേഴ്സ് ആവാൻ പറ്റും. അതിൽ ഓരോ സെന്റൻസും ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തു. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്, പറയൂ. സഫീറയാണേ, വടകര. ഒരു സന്തോഷം പങ്കുവെക്കാനാ. ഓക്കെ. സഫീറ മണി മൈൻഡ് സെറ്റിൽ അവസാനം പങ്കെടുത്താണോ? നേരത്തെ പങ്കെടുത്തിരുന്നില്ലേ? അവസാനല്ല, ഞാന് മണി മൈൻഡ് സെറ്റ് 7ാമത്തെ ബാച്ച് പങ്കെടുത്തതാ. പറയൂ. 7ാമത്തെ ബാച്ചിൽ പങ്കെടുത്ത ആളാണ്. ഇപ്പോഴും പറയൂ. ട്രഷറിൽ 6ാമത്തെ ബാച്ചിലും. മനസ്സിലായി. അപ്പൊ എനിക്കൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേറി വന്നേ. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പോ എന്താ പറയാ, ഞാൻ ഇതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു ബാച്ചിന്റെ പറഞ്ഞല്ലോ, അതുപോലെ കയറി വന്ന് അങ്ങനെ ട്രഷറിലേക്ക് വന്ന ഒരാളാ. അപ്പൊ നമ്മളെ ഈ ഗോൾ സെറ്റിങ് മറ്റും ചെയ്ത സമയത്ത് ഞാനൊരു മലേഷ്യൻ ട്രിപ്പ് ഒരു 2 വർഷത്തിന് ശേഷം ആ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കില് മാഷാഅല്ലാഹ് എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ആഴ്ച മലേഷ്യയിൽ പോയിട്ട് ഇപ്പൊ നോമ്പിന്റെ തലേദിവസം തിരിച്ചു വന്ന് ആ മലേഷ്യ എന്നുള്ള വലിയൊരു നാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം എന്നെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങളായി, 10 വർഷത്തിന്റെ മുകളിലായി മലേഷ്യ ട്രിപ്പ് ആഗ്രഹിക്കുന്നു. പക്ഷേ സാറ് പറഞ്ഞ രീതിയിൽ ആഗ്രഹിച്ചപ്പോ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അത് കിട്ടി എന്നുള്ളതാണ് സത്യം. കാരണം ഇത്രയും വർഷം ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്ക് കിട്ടാത്തൊരു ഇതായിരുന്നു മലേഷ്യ എന്നുള്ള ആ ഒരു നാട് കാണണമെന്ന്. ആദ്യമേ നമുക്ക് ഒരു ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടിപ്പോയിട്ട് മുടങ്ങിപ്പോയ ഒരു സംഭവം. പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ട്രഷറിൽ ജോയിൻ ചെയ്ത് ഗോൾ എഴുതിയതിന് ശേഷം ശരിക്കും 1 മാസം കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ബിസിനസ് കൂടാതെ അച്ചീവ് ചെയ്ത് നേടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പോവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടും മേലെ നിന്നിട്ട് പോലും അത് നമ്മൾ പോയി അത് എക്സ്പ്ലോർ ചെയ്ത് വന്ന് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഗ്രൂപ്പിലൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. വന്ന് ഒരാഴ്ച ഫുള്ള് ബിസി ആയിരുന്നു. അപ്പൊ ഇന്നലെയാണ് ഒന്ന് ഫ്രീ ആയി കിട്ടിയത്. അപ്പൊ താങ്ക് യു. ഇനി എത്ര ദിവസം നിന്നു മലേഷ്യയിൽ? എത്ര ദിവസം നിന്നു? നമ്മള് 4 ഡേയും 4 നൈറ്റും 5 ഡേ. വെരി ഗുഡ്. ഒരാഴ്ചത്തെ ട്രിപ്പ് ആയിരുന്നു. മലേഷ്യയിലേക്ക് നമ്മൾ കഴിഞ്ഞ ട്രഷറിന്റെ ആളുകളൊക്കെ മലേഷ്യയിലേക്ക് പോയിരുന്നു ട്രഷറിന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി. അതിന്റെ ഫോട്ടോസ് എല്ലാം ഞാൻ കണ്ടിരുന്നു. എന്നാലും ഇനിയിപ്പോ ഇൻഷാല്ലാഹ് അടുത്ത ഏപ്രിലിൽ ലക്ഷദ്വീപിലേക്കുണ്ട് ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു ട്രഷറിന്റെ ഭാഗമായിട്ട് സാറിന്റെ നമ്മളെ ആ ഒരു ചിന്തകളുണ്ടല്ലോ, പണ്ടത്തെ സഫീറ എന്ന് പറയുമ്പോ അതൊന്നല്ല, എത്രയോ മാറി ചിന്തകളും. പഴയ സഫീറ മരിച്ചുപോയി. അതെ, പഴയത് എന്തെങ്കിലും ഒരു ചെറിയ സംഗതി കിട്ടിയാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പൊ അതൊന്നും ഇല്ല, ചിന്തകളെല്ലാം മാറി നമുക്ക് എന്തിലും ഒരു സ്റ്റേണായിട്ട് നിന്ന് സംസാരിക്കാനോ എല്ലാത്തിനുള്ളൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാഹ്. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. ഈ ഷീജയുടെ കുഞ്ഞമ്മക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഏതായാലും വലിയ സന്തോഷം ഷഫീറ. നമ്മുടെ ട്രഷർ കോഴ്സിൽ ഒക്കെ മടിച്ചാണ് വന്നത്. പക്ഷെ ഇത് കയറിയപ്പോ നിങ്ങൾ ഇനിയിപ്പോ പുതിയ ബാച്ചിലും ജോയിൻ ചെയ്യുന്നില്ലേ? 8ാമത്തെ ബാച്ചിലും വരുന്നില്ലേ? അപ്പൊ 6ാമത്തെ ബാച്ച് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഏപ്രിലിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ലേ ട്രഷർ? അതെ, റിപ്പീറ്റ് ചെയ്യണം. അത് വിട്ടുപോകാൻ തോന്നുന്നുണ്ടോ ട്രഷർ? ഇല്ല, വിട്ടുപോകാൻ തോന്നുന്നില്ല. എപ്പോഴും നമ്മളെ മൈൻഡിൽ ഇത് തന്നെയല്ലേ ഉള്ളൂ. അതെന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാറ്റം, നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരും. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും മായാജാലം അത്ഭുതം ഒന്നുമല്ല. നമ്മുടെ ചിന്താഗതിയിൽ അതിശക്തമായ സത്യം പലർക്കും അറിയാതെ. ഇപ്പൊ ട്രഷറിലൊക്കെ കണ്ടന്റ്, ട്രഷർ ബാച്ച് 5, 6, 4, 1 പങ്കെടുത്ത ആൾക്കാർ ഇപ്പോഴുണ്ട്. ട്രഷറിലൊക്കെ നമ്മൾ പഠിക്കുന്ന ആ നോളജ്, ആ കണ്ടന്റ്
എത്ര ശതമാനം ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുണ്ട്? ഇപ്പൊ ഇവിടെ നമ്മുടെ എന്താ പറയാ വിഷ്ണുപ്രിയ, ഉല്ലാസ് സാർ പറയും, എത്ര ശതമാനം ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ട്രഷറിന്റെ കണ്ടന്റ് ഒക്കെ? 7ാമത്തെ വയസ്സിലില്ലേ സാർ? ഉണ്ട് സാറേ, ഉണ്ട്. സാറേ, അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലാത്തൊരു കണ്ടന്റ് കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഞാനും ഒത്തിരി ഗുരുക്കന്മാരെ എനിക്ക് എടുത്തോടെ പോകാൻ എനിക്ക് ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറ് ഇത് പഠിച്ചു പോയ സാറ് സത്യമായിട്ടും വേറെ ഒരു സംഭവങ്ങള് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും പൂർണ്ണമായി ശുദ്ധമായി നമുക്കൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് ഇനി എത്ര നാളെ ജീവിക്കണോ അതെല്ലാം സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകാം. താങ്ക് യു സാർ, താങ്ക് യു. സന്തോഷം. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ മണി മൈൻഡ് സെറ്റിൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ വന്നാൽ അവർക്ക് സംസാരിക്കാം. കാരണം ഗുഡ് മോർണിംഗ് സാർ. പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഈ മണി മൈൻഡ് സെറ്റിന്റെ 8 ക്ലാസ്സുകളും കേട്ട് ഇപ്പം നടക്കുന്ന പിന്നെ നമുക്ക് നല്ല മനസ്സിനൊരു സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ ഓരോ ക്ലാസ്സും എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന കണ്ടന്റും വളരെ വളരെ വലുതാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾ സാർ ഓരോ ദിവസവും പറയുന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ അത് നമ്മളെ കാര്യം തന്നെയാണ് സാറ് പറയുന്നത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനിപ്പം നമ്മളെ കടത്തിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കാറില്ല. നമ്മൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, നമ്മൾ എങ്ങനെ കോടീശ്വരനാവാൻ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. മാഷ് പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ നമ്മളെ പ്രശ്നത്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ലക്ഷ്യത്തിലേക്കാണ്. അതാണ് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ പ്രശ്നങ്ങളെ നമ്മളെ മനസ്സിൽ കൊണ്ടെടുക്കാതെ ലക്ഷ്യത്തിലേക്ക്, നമ്മളെ മനസ്സ് എപ്പോഴും സഞ്ചരിക്കേണ്ട ലക്ഷ്യത്തിലേക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അതിലെ കണ്ടന്റുകളൊക്കെ നിങ്ങൾ മുടക്കിയതിനേക്കാൾ എത്രയോ അധികം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? ഓക്കെ, അത് എത്രയോ വലുതാണ്. നമുക്ക് അറിയാതെ പല കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. വളരെ വളരെ സന്തോഷം. ഏതായാലും ഹലോ സാർ, ഓക്കെ, എനിക്ക് നൂർജഹാൻ സംസാരിക്കും. എനിക്ക് ഈ അവസരം എനിക്ക് തന്നത് ധന്യ മേഡാണ്. അവരൊക്കെ എപ്പോഴും ഞാൻ നന്ദി പറയാണ്. ഗുഡ് ഗുഡ് ഗുഡ്. ധന്യ നമ്മുടെ മെന്ററാണ്. ധന്യ അതെ അവരാണ് എനിക്ക് അവര് ഈ ലിങ്ക് എല്ലാം എനിക്ക് ആദ്യം തന്നെ അയച്ചു തന്നത്. നിങ്ങളൊരു 10 പേർക്കെങ്കിലും ഈ മെഡിറ്റേഷൻ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കും. അവരൊക്കെ എല്ലാവരും രക്ഷപ്പെടില്ല. അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, സന്തോഷം. നൂർജഹാൻ സംസാരിക്കൂ. നൂർജഹാൻ ഇബ്രാഹിം സംസാരിക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നത്? നൂർജഹാൻ ആണോ? നൂർജഹാൻ. സംസാരിക്കും. ഞാന് ബാച്ചിൻ്റെത് 13ാമത്തെ ബാച്ചാണ്. എന്തായാലും സാർ, ഞാൻ ആ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും അതിലൂടെ നേരത്തെ ഇവിടെ ഒരു സാറ് പറഞ്ഞതുപോലെ നമ്മള് കുറെ ഗ്രാറ്റിറ്റ്യൂഡും ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഒരു പണക്കാരനെ ബഹുമാനിക്കുക, അവനെ ആദരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലായതും. അപ്പം നമ്മളുടെ മനസ്സങ്ങ് വലുതായപ്പം സമ്പത്ത് നമ്മള് 500-ൻ്റെത് 1000-ൻ്റെത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ചുരുങ്ങുന്നതിൽ നിന്ന് നമ്മൾ മനസ്സ് വലുതായപ്പം നമുക്ക് അതുപോലെ തന്നെ വണ്ടി വാങ്ങുന്ന സമയത്തായാലും മനസ്സങ്ങ് വലുതായത് കൊണ്ട് ഏറ്റവും നല്ലത് വാങ്ങാനുള്ള ഒരു മനസ്സ് വന്നു. അതുപോലെ തന്നെ ഞാൻ സ്കൂളില് എൻ്റെ ലൈഫില് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാം, അതായത് എനിക്ക് ചാരിറ്റിയോട് വലിയൊരു ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ് ഞാന്. അപ്പോ എനിക്ക് കുടിവെള്ളം ഒരു പൊതുസ്ഥലത്ത് വെക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്കൂളിൽ പോയ സമയത്ത്, അവിടെ PTA പോയ സമയത്ത് സാറ് അവിടുന്ന് പറയുകയുണ്ടായി, ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു അഭാവം ഉണ്ട് എന്ന് ഇവിടുന്ന് കലാപരിപാടികൾ കഴിഞ്ഞ സമയത്ത് രക്ഷിതാക്കൾ അറിയിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ അൽഹംദുലില്ലാ ആ ഒരു പ്രൊജക്റ്റ് ഞാൻ എൻ്റെ വീട്ടിലൊരു വാട്ടർ പ്യൂരിഫയർ വെച്ചിരുന്നു. അപ്പൊ അതിന് 30,000-ഓളം ആയപ്പം ഞാൻ വേഗം സാറ്, അതിന്റെ പിറ്റേന്നാണ് ഇതും കൂടെ വരുന്നത്. അപ്പൊ ഞാൻ സാറ് വിളിച്ചു അന്വേഷിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഇതിന് 65,000-ഓളം രൂപ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ ഒരു അവസരമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനെയും കൂടെ
ഏറ്റെടുത്തു. അൽഹംദുലില്ലാ എൻ്റെ ഉമ്മയുടെ പേരിൽ അത് സ്കൂളിൽ ഫിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു അവസരം കിട്ടിയ സമയത്ത് ആ ഒരു അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും കൂടെ സാറ് പറഞ്ഞിരുന്നല്ലോ, നമ്മളെ മുമ്പിൽ വരുന്ന ഓരോ അവസരങ്ങളും ഇങ്ങനെ അവസരങ്ങൾ കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യാന്ന്. അതുപോലെ എന്റെ മനസ്സങ്ങ് വലുതായി, എനിക്ക് അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇൻഷാ അള്ളാ നമുക്ക് അതായത് വെക്കേഷനിൽ അത് സ്കൂള് ഫിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സന്തോഷം. നിങ്ങള് മണി മൈൻഡ് സെറ്റിലെ 13ാമത്തെ ബാച്ചിലുണ്ടായിരുന്നല്ലേ? നിങ്ങൾ ഒത്തിരി സെഷൻസുകൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളല്ലേ നിങ്ങള്? അതെ അതെ. ഓക്കെ. മണി മൈൻഡ് സെറ്റിന്റെ കണ്ടന്റിനെ കുറിച്ച് എന്തുവാ പറയാ, എന്താണ് വ്യത്യാസമായി അനുഭവപ്പെട്ടത്? അതിലെ കണ്ടന്റ് റിച്ച് അല്ലേ? വാട്ട് യു ഫീൽ? അതെ അതെ, തീർച്ചയായിട്ടും. അതിലെ ഓരോ കണ്ടലുകളും നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ ഫയലുകൾ തരുമ്പോൾ അതിനെ ഒന്ന് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ, അതായത് ഈ ഒരു അവസരത്തിൽ ഇതൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ കാരണം എന്റെ മോളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ മോള് നന്നായി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം രാവിലെ വിചാരിച്ചു മോളെ കൂടെ തന്നെ അങ്ങ് കൂടിയാലോ. അങ്ങനെ വിചാരിച്ചപ്പോ പിന്നെ മോളോട് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് തന്നെയാണ് മോൾ എന്നോട് ഇങ്ങനെ രാത്രി പറയുന്നത്, ഉമ്മ നിങ്ങളും കൂടെ എന്ത് ചെയ്യ് ഇതന്നെ ചെയ്തോളി, നിങ്ങള് ഞാൻ വേറെ ഹെയർ ഓയിലിന്റേത് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങളും കൂടി ഇതങ്ങ് ചെയ്തോളി ഉമ്മ, വേറെ അത് ചെയ്യാൻ നിക്കണ്ട. അപ്പൊ ഇങ്ങനെ മോന്റെ ഭാഗത്തു നിന്നായാലും മോളെ ഭാഗത്തു നിന്നായാലും ഒക്കെ വലിയ സപ്പോർട്ടും സഹകരണവും ഒക്കെ കിട്ടിയതാണ് ഇതൊക്കെ ഏറ്റെടുക്കാൻ ഒരു പ്രചോദനമായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളെ മനസ്സ് വലുതായത് കൊണ്ടാണ് എന്നുള്ള ഒരു തീർച്ചയായ ഒരു വിശ്വാസം ഈ ഒരു 10 ഫയലുകളിലൂടെ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ ഇതുപോലെ സാറിന്റെ ക്ലാസ് എനിക്ക് പിന്നെ EFT ആയാലും പ്രഷർ ആയാലും ഒക്കെ ജോയിൻ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വളരെ സന്തോഷം. EFTയും ട്രഷറും ഒക്കെ ജോയിൻ ചെയ്തോളൂ. EFTക്ക് ഇത്തവണ നമ്മൾ വാർഷികമായിട്ടൊരു പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ട്. മാർച്ച് 25-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് EFT പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ അറിയിച്ചോളൂ. ഒരു സ്പെഷ്യലായിട്ട് ഇതേപോലെ ഒരു അതിശക്തമായ ഒരു ഒരു എന്താ പറയാ വർക്ക്ഷോപ്പാണ് EFT. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് അത് അതിലും വളരെ ശക്തമാണ്, തുല്യതയില്ലാത്തതാണ്. ഇനി ആരാ സംസാരിക്കുന്നത്? ലളിത സംസാരിക്കുന്നതോ? ലളിത നേരത്തെ ഒരു മൈക്ക് ഓൺ ആക്കിയിരുന്നു. ആരാണ് സംസാരിക്കുന്നത്? അടുത്താരായിരുന്നു? നമസ്കാരം സാർ. നമസ്കാരം, പറയൂ സാർ. എത്രാമത്തെ ബാച്ചിലാണ്? ഇപ്പൊ 14-ലാണ്. പറയൂ സാർ. എന്തായാലും എനിക്ക് ഈ ഒരു കോഴ്സ് പരിചയപ്പെടുത്തിയ എൻ്റെ വിനോദ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, ആദ്യം അയാൾക്ക് തന്നെ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ കരീം സാറിനും ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഈ ക്ലാസ് സാധാരണ എല്ലാവർക്കും എത്ര താഴ്ന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്ലാസ്സാണ്. ഇപ്പൊ ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, മുഴുവൻ ആളുകളും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുക. എന്ന് വെച്ചാൽ അതിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ. അതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കും. ഇതുവരെ ഞാൻ ഇപ്പോൾ സാറ് ഒരു ക്ലാസ് എടുക്കുമ്പോഴും എൻ്റെയും കൂടെ അനുഭവമാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്നെ കുറിച്ച് പറയുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലൂടെ ഒരുപാട് മാനസികമായിട്ട് എനിക്ക് മാറ്റം വരാൻ സാധിച്ചു. അതായത് ഞാൻ പൂർണ്ണമായിട്ടും അതിൽ മനസ്സുകൊണ്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ ചെയ്തതൊന്നും അല്ല ശരി, അല്ലെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് മാറാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ വരുന്ന ഓരോ കണ്ടന്റുകളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് ശരിയാവാം, അത് മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് അവർ വലിയ ആളുകളാണ്, നമ്മൾക്കൊന്നും ചിലപ്പോൾ അത് എത്തിപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു ഇത് മാറി. ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് കോടീശ്വരനായി. പണം കൊണ്ടായില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാനൊരു കോടീശ്വരനായി ആ ലെവലിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിലും എൻ്റെ പെരുമാറ്റത്തിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലും, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, അത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയത്തും അത് നമുക്ക് പറയാൻ പാടില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കുറേ കഴുത്തിൽ പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. എന്നുവെച്ചാൽ
ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിലൂടെ വരുന്ന ഇത്രയും കാലം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഫ്ലോ. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന സമയത്ത് ആ തെറ്റുകൾ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും ജീവിതത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ജോലി സ്ഥലത്താണെങ്കിലും അതല്ല മറ്റ് സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഒന്നും മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യാസമായി എന്തോ ആണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഉയർന്ന തലത്തിൽ ചിന്തിക്കേണ്ടവനാണ്, ഞാൻ വലിയൊരാളാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം ഇനി ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നേ ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ടെൻഷൻ ചിന്തിക്കൂ സാർ. പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ, ബാധ്യതയെ കുറിച്ചല്ല, പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. അതെ, ഇപ്പം അത് മാത്രമേ ചിന്തയുള്ളൂ. അതായത് ഞാൻ പറഞ്ഞത് ഉണ്ടായിരുന്നു, ഇനി അത് പൂർണ്ണമായിട്ട് ഈ ക്ലാസ്സോട് കൂടെ അത് പൂർണ്ണമായിട്ട് ഒഴിവായി. ഇപ്പം പണം ഉണ്ടാക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. അതോടൊപ്പം തന്നെ കുറേ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് കുറേ ആളുകളോട് പറയുമ്പോഴൊക്കെ നെഗറ്റീവാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേറെ ലിസ്റ്റ് പ്രകാരം ഓരോ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ കോഴ്സിൽ ഇതിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിർബന്ധമായിട്ടും എത്ര തന്നെ നമ്മൾ ചിലവ് ചെയ്താലും, അതായത് ഇതൊന്നും വലിയ ചിലവേ അല്ല, ഈ നമ്മൾ കൊടുക്കുന്ന ഫീസിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നമുക്ക് ഇതൊന്ന് കിട്ടുന്നത്. അത് ആ ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അത് വേറെ എവിടെ പോയാലും കിട്ടില്ല. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടും കയറുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത്. പങ്കെടുക്കാത്ത ആളുകൾ മുഴുവൻ ആളുകളും എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഇതിൽ പങ്കെടുക്കുക, കയറുക. അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇതിലൂടെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പൂർണ്ണമായിട്ടും അതിനനുസരിച്ച് സഹകരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എനിക്കെന്തോ ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നൽ, മനസ്സിൽ ഞാൻ വലിയൊരാളായി എന്നുള്ളൊരു തോന്നലാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതൊന്നും അല്ല ശരി, അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് മാറാനുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടി. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കണ്ടന്റുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അത് ജീവിതകാലം മുഴുവൻ നമ്മൾ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഫോളോ ചെയ്ത് ജീവിക്കേണ്ട ആളുകളാണ്. ശരിക്കും നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഗുണം ചെയ്യും. അതിന് എനിക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ ആ ഒരു കൂട്ടുകാരനും അതുപോലെ തന്നെ കരീം സാറിനും പ്രപഞ്ചശക്തിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം പഠിച്ചത് തന്നെ ഒരുപാടായി, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ആഴം ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് വിട്ടുമാറാൻ പറ്റുന്നില്ല. കാരണം ഏത് സമയത്തും ഇപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. നമുക്ക് ഫോൺ എടുത്തെന്ന് വെച്ചാൽ നേരത്തേക്ക് ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല, സാറിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ മുഴുവൻ ആളുകളും നമുക്ക് പരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ പങ്കെടുപ്പിക്കുക എന്നാണ് എനിക്ക് പ്രത്യേകം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ സാർ, നന്ദി. വളരെ വളരെ സന്തോഷം. ഗോപാലകൃഷ്ണൻ സാർ, നമ്മൾ ട്രഷറിൽ ഒന്ന് ജോയിൻ ചെയ്യാം സാർ. അത് ഒരു തീരുമാനമാക്കി എഴുതി വെക്കുക. ഉറപ്പാ ജീവിതം കംപ്ലീറ്റ്ലി മാറും. ഓക്കെ? അതെ സാർ, എനിക്ക് അടുത്ത ലക്ഷ്യം അതാണ്. തീർച്ചയായിട്ടും. നിതീഷ് സാർ സംസാരിക്കുന്നുണ്ടോ? നിതീഷ് സാർ സംസാരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എത്രാമത്തെ ബാച്ചാണ് സാർ? മണി മൈൻഡ്സിലെ ഞാൻ പങ്കെടുത്തേ. അതെ, ഏതാ ബാച്ച് ഏതായിരുന്നു? കോഴിക്കോട് വെച്ചിട്ടുള്ള ബാച്ചിലായിരുന്നു പങ്കെടുത്തത്. കോഴിക്കോട്. ഓക്കെ, സംസാരിച്ചോ. നേരിട്ട് കോഴിക്കോട് ബാച്ചിൽ ഞാൻ നേരിട്ട് പങ്കെടുത്ത ആളാ. അപ്പൊ എന്റെ പേര് നിതീഷ്, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. വടകരയാണ് സ്ഥലം. ഈ നേരത്തേക്ക് വളരെ യാദൃശികമായി എത്തിപ്പെട്ടതാണ്. എന്നെ ഹൈദർ എന്ന് പറയുന്ന ആളാണ് ഈ AP പാർക്കിലേക്ക് പങ്കെടുപ്പിച്ചത്. അപ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്ത് തകർന്നു നിൽക്കുന്ന സമയത്താണ് ഹൈദർ എന്ന് പറയുന്ന ആൾ എന്നോട് ചോദിക്കുന്നത് എന്താ ഇത്ര പ്രയാസപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള സമയത്താണ് ഈ AP പാർക്കിന്റെ നമ്പർ കിട്ടുകയും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ട്രഷറിൽ പങ്കെടുക്കുക ഉള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു ശ്രമത്തിലാണ്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ഇതിനകത്ത് പങ്കെടുപ്പിച്ച സമയത്ത് വലിയ മാറ്റങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ മനസ്സിന് പവർ കൊടുത്താൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിനാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ കൂടുതലായിട്ട് സങ്കല്പിക്കുന്നത്, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഈ ക്ലാസ്
പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായി. എന്താ വെച്ചാൽ ഒരു പോസിറ്റീവായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങിയതിനും പോസിറ്റീവായിട്ട് ആളുകളുടെ ഇടയിൽ സംസാരിക്കാനും ഒരുപാട് ബാധ്യതപ്പെട്ട് ഉയരുന്ന സമയത്താണ് ഞാൻ ഈ പാർക്കിൽ എത്തിപ്പെട്ടത്. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ 2 സുഹൃത്തുക്കളെ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. ഒരു 10 പേർക്ക് ഞാൻ ഇതിന്റെ കാര്യങ്ങളിൽ അയച്ചു കൊടുത്ത സമയത്ത് എല്ലാവരും ഇതിനകത്ത് തുടക്കത്തിൽ കയറി, പിന്നെ കുറച്ച് ഒരു 5-6 ആള് ലെഫ്റ്റായി പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് 2 ആൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. എന്നിലൂടെ ഒരു 2 ആൾക്കെങ്കിലും മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അതുപോലെ ആയിരക്കണക്കിന് ആള് അടുത്ത വർഷമാകുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആള് ഈ സൂം മീറ്റിംഗ് പങ്കെടുത്ത് അവരെല്ലാം വലിയ വലിയ വിജയത്തിലേക്കും വലിയ വലിയ ലക്ഷ്യത്തിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇതുപോലെ ഒരു ക്ലാസ് ഈ ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ് എടുത്തു തന്ന കരീം സാർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്കെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ, വളരെ സന്തോഷം. അതായത് നേരത്തെ ഉള്ളിൽ ഒരുപാട് നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ പരാജയത്തിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്ക് ഇങ്ങനെയുള്ള സംഭവം കേൾക്കുന്ന സമയത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവർ വിശ്വസിക്കുന്നില്ല നമ്മളെ ലൈഫ് മാറുമെന്ന് വിശ്വസിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് സർക്കാർ നയം മാറണം, ഭാര്യ മാറണം, ഭർത്താവ് മാറണം, നാട്ടുകാർ ശരിയാവണം, നമ്മളെ ആരെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു പൊക്കണം എന്നൊക്കെയുള്ളൊരു വിശ്വാസവും ചിന്താഗതിയൊക്കെയാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യം വരാൻ പറ്റാത്തത്. ഏതായാലും ശരി, വളരെ സന്തോഷം. നമ്മുടെ നിതീഷ് അന്ന് കോഴിക്കോട് നമ്മൾ കണ്ടിരുന്നു അല്ലേ? സാർ എൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ അല്ലെ? സംസാരിച്ചിരുന്നോ? ആ സാറിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യും. ഓക്കെ. കോഴിക്കോട് നിറയെ ആളായിരുന്നല്ലോ, ഒത്തിരി 100-ലധികം ആൾക്കാരുണ്ടായിരുന്നു. ഏതായാലും വലിയ സന്തോഷം. മണി മൈൻഡ്സെറ്റിന്റെ ഈ ബാച്ചിൽ സാർ പങ്കെടുത്തില്ല, 14 പങ്കെടുത്തില്ല അല്ലേ? ഇല്ല, 14 പങ്കെടുത്തില്ല. അതൊന്ന് പങ്കെടുക്കും, അടുത്ത 15-ലൊന്ന് പങ്കെടുക്കും കേട്ടോ. ഓക്കെ. അല്ലാതെ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ പിന്നെ വേറെ ഏത് കോഴ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടും. ഓക്കെ സാറേ. 15-ാം തീയതി അല്ലേ? 5-ാം തീയതി, അടുത്ത മാസം 5-ാം തീയതിയാണ്. അടുത്ത മാസം 5-ാം തീയതി, മാർച്ച് 5-നാണ്. മാർച്ച് 5 ഒരു മാസം ഒരു കോഴ്സ്, അങ്ങനെയാണ് ഇത് വരിക. മാർച്ച് 5-ാം തീയതി. ഇതിൽ പങ്കെടുത്ത ആൾക്കാരോടൊക്കെ പറയാനുള്ള എന്താ ചോദിക്കുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എല്ലാ മാസവും ഇത് കേട്ടുകൊണ്ടിരിക്കണം. കേൾക്കുക, വർക്ക് ചെയ്യുക. കേൾക്കുക മാത്രം പോലെ വർക്കും ചെയ്യാം. കുറച്ചു കാലം അത്രയും കട്ടിയായിട്ടുണ്ടാവും പലപ്പോഴും. അപ്പൊ ആ മലകളൊക്കെ നമ്മൾ അടിച്ച് നിരപ്പാക്കി ഷേപ്പാക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് മനസ്സ് മാറാതെ ജീവിതം മാറില്ല, യാതൊരു സംശയ വിഷയത്തിലില്ല. ഓക്കെ, വളരെ സന്തോഷം. ഏതായാലും ശരി, നമുക്കിനി അടുത്ത 5-ാമത്തെ ബാച്ച് 15-ാമത്തെ ബാച്ച് അടുത്ത 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പരമാവധി ആൾക്കാർ അതിൽ പങ്കെടുക്കുക. ശരി, എന്ത് സംസാരിക്കാനുണ്ടോ? ഹലോ, സമയമുണ്ടോ സാറേ? പറയൂ. ഞാൻ ഒരു അനുഭവം പറയാനാ. കാരണം നമ്മൾ ഈ മണി മൈൻഡ് സെറ്റ് ഞാൻ നേരത്തെ ബാച്ചിലുണ്ടായത്. കേട്ട് കഴിഞ്ഞാൽ ഇപ്പം കേൾക്കുന്നതുകൊണ്ടാണ് കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം സ്വഭാവം ഞാനൊന്ന് പങ്കുവെക്കുക. കാരണം അന്ന് ഈ ചാരിറ്റി പാവങ്ങളെ സഹായിക്കണമായിരുന്നു എൻ്റെ ഉള്ളിലെ ആശയം. പക്ഷെ ഈ പണക്കാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര അരിശമായിരുന്നു. അപ്പം ഞാൻ മെമ്പറായതും പറയും, മെമ്പർമാരോടും പറയും ഈ പണക്കാരനൊന്നും ചെയ്യരുതെന്ന് അവരോട് പറയരുത്. അങ്ങനെ ഒരു വിരോധമായിരുന്നു അവരോട്. അപ്പം എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആൾ പള്ളി ട്രസ്റ്റി ആയിരുന്നു. പുള്ളി അപേക്ഷ ഒരു ക്യാൻസർ, പുള്ളി പൈസ കൊടുക്കാനും മടിച്ചു. ഞാൻ പറഞ്ഞു കാലിന് നീര് വരും, പൈസ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി പറഞ്ഞപ്പോൾ അവരോടെല്ലാം എൻ്റെ മനസ്സിനകത്ത് വലിയ എതിരായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് നമ്മൾ പണക്കാരെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ പണം നമ്മളിലേക്ക് വരാനുള്ള വഴികൾ വരുന്നു. വലിയൊരു കോടീശ്വരൻ ഈയിടെ നമ്മുടെ വീട്ടിൽ വന്നു. ആ മൈൻഡ് മാറിയപ്പോൾ അവരും നമ്മളിലേക്ക് ആകർഷിക്കും. അതൊരു വലിയ ഒരു സംഭവമാണ്. ഇപ്പൊ അനുഭവത്തിൽ കൂടെ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ ചാരിറ്റി ഈ കൺവെൻഷനൊക്കെ പള്ളിയിൽ വരുമ്പോൾ ഞാൻ ആ അച്ഛന്മാരോടും പറയും, പ്രസംഗം കഴിയുമ്പോൾ ചാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ മുൻകൈ എടുത്ത് പറയണം, അല്ല മറ്റു ഉപദേശം വേണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ മൈൻഡ് മാറിയതുകൊണ്ട് നമുക്ക് പണം നമ്മളിലേക്ക് വരാനും മൈൻഡ് സെറ്റ് ഫയൽ നമ്മൾ മനസ്സിൽ വന്നാൽ നമുക്ക് തന്നെ ധനസമൃദ്ധി വരും, സമാധാനം, സന്തോഷം ലഭിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, വളരെ വളരെ സന്തോഷം. കോട്ടയത്തെ പ്രോഗ്രാമിന്റെ ശില്പിയാണ് നമ്മുടെ കുഴപ്പമില്ല, ഏതായാലും വലിയ സന്തോഷം. കോട്ടയത്തെ വെച്ച് നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്നു. എന്റെ ഫാമിലി ഒരു പ്രത്യേക ടൈപ്പ്. ഇത് തന്നെ പോകുന്നതിന് പുള്ളിക്ക് വലിയ മനസ്സില്ല, നെഗറ്റീവാ. അത് ഞാൻ ട്രെയിൻ ചെയ്ത് അവിടെ കിഴക്കുന്നിടത്ത് കൊണ്ട് കേൾപ്പിക്കും. എന്നാലും കൂടെ മൈൻഡ് അടുത്തിട്ടില്ല, പയ്യെ വരുത്താനേ പറ്റത്തുള്ളൂ.
ഞാനിതൊക്കെ അതായത് ഞാൻ എനിക്ക് ഉത്സാഹം പറയട്ടെ, കേൾക്കാൻ, പക്ഷെ പുള്ളിക്കാരി അത് താല്പര്യമില്ല. നേരത്തെ കുറെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു, സാറേ ഞാൻ കേൾക്കും പക്ഷെ എന്റെ വൈഫിന് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞ ചില ആളുകൾ. സാറേ വൈഫ് പറയും എന്റെ ഹസ്ബൻഡ് എങ്ങാനും വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡ് വരും, വൈഫും വരും, വന്നു കഴിഞ്ഞാൽ അവൻ ആരും പോകാറില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഏതായാലും വലിയ സന്തോഷം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. കോട്ടയത്തെ പ്രോഗ്രാം ഓൾമോസ്റ്റ് ഫില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ ഏകദേശം അവിടെ ഫില്ലായില്ലേ? കോട്ടയത്തെ അവസ്ഥ എന്താ? ഇനിയിപ്പം കുറച്ച് ദിവസം കൂടി ഉണ്ട്. എന്നാലും സാർ ക്യാൻ യു ഹിയർ, കേൾക്കാമോ? ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഏകദേശം ഫില്ലാകുന്ന ഇനി അവസ്ഥയാണ് കോട്ടയത്ത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് രജിസ്ട്രേഷൻ ചെയ്യാം. വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുൻകൂട്ടി അറിയിക്കണം. കാരണം ഞാൻ എൻ്റെ വൈഫിനും കൂടെ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. എൻ്റെ മകനെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. അവിടെ വരുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയോ അതോ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യണോ? ഇപ്പോൾ തന്നെ വാട്സപ്പില് മെസ്സേജ് ഇട്ടിട്ട് ഒന്ന് കൺഫേം ചെയ്തോളൂ. ഓ കാരണം ശരി എല്ലാ ശരി. ആളുകളും വരാന് ഉദ്ദേശിക്കുന്നുണ്ട്. പറയാന്ന് പറയും. പക്ഷെ അവിടെ ആളുകൾ കൂടിയാല് അത് നമുക്കൊരു ബുദ്ധിമുട്ടാകും. മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് മനസ്സിലെ വരാൻ ഉദ്ദേശിച്ച് കരുതിയ ആളുകളും വേണം എന്ന് പറഞ്ഞത്. ഓ ശരി ശരി. ഓക്കെ, താങ്ക് യു. നമ്മൾ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തതിന്റെ ഇരട്ടി ആൾക്കാർ വന്നു. എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അന്നത്തെ ഹാള്, സത്യത്തിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹാള് അന്ന് അവിടെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായത് കൊണ്ട് നമുക്ക് പുതിയൊരു ഹാളിലോട്ട് മാറേണ്ടി വന്നു. രാത്രി 1 മണിക്കോ 2 മണിക്കോ എങ്ങാനുമാണ് നമ്മുടെ റാഫി സാറും അവരൊക്കെ പോയി. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഹോട്ടൽ മാറിയിട്ടുണ്ട്. സത്യത്തിൽ അന്ന് ആ ഹോട്ടൽ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് അവസ്ഥ എന്താവുമായിരുന്നു? രജിസ്റ്റർ ചെയ്തതിന്റെ ഇരട്ടി ആൾക്കാർ വന്നു പ്രോഗ്രാം. പക്ഷേ നമ്മളെവിടെയും എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു കിട്ടാറുണ്ട്. നേരെ മറിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്ത ആ ഒരു ഹാളിലാണ് ആ പ്രോഗ്രാം എങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതുൽ സാറേ? ആകെ പെട്ടുപോയില്ലായിരുന്നോ? അതെ. രാത്രിക്ക് രാത്രി ആ ഒരു ഹോട്ടലുമായിട്ട് എന്തോ ഒരു സാങ്കേതിക ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ രാത്രി ഓടിയിട്ടാണ് ഇവര് പോയിട്ട് പുതിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. രാത്രി 1:30 നമ്മള് പുതിയ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നല്ലൊരു പരിപാടിയായിട്ട് അത് മാറി. അല്ലെങ്കിൽ പ്രശ്നമായിരുന്നു. കാരണം രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ ഇരട്ടി ആൾക്കാർ ആ സമയത്ത് ഓരോരുത്തരും കൊണ്ടുവന്നു. അപ്പോ കോട്ടയത്ത് എന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നന്നായിട്ട് പരിചയമുള്ള ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാപിറ്റലാണ്. നമുക്ക് എപ്പോഴും തിരുവനന്തപുരം പോവാന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരും പോകും. കോട്ടയത്ത് നമുക്ക് അത്ര ഒരു പരിചയമില്ല. കോട്ടയം ഉള്ള ആൾക്കാരുണ്ട് എങ്കിലും നമുക്ക് പെട്ടെന്ന് ഹോട്ടൽ മാറ്റാനൊന്നും യാതൊരു നിർവാഹം ഉണ്ടാവില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് രജിസ്ട്രേഷൻ തന്നെ ചെയ്യുക. അന്നത്തെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. പിന്നെ അവസാനം ഒരു തെറാപ്പിയൊക്കെ ഉണ്ടാവും. അതിനുശേഷം ജീവിതത്തെ സെറ്റ് ചെയ്തിട്ടേ നിങ്ങൾ വിടും. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഹാപ്പി പാർക്കിന്റെ അടുത്ത ബാച്ച് 15 മണി മൈൻഡ് സെറ്റിലും എല്ലാവരും പങ്കെടുക്കുക. EFT മാർച്ച് 25 EFT വരുന്നുണ്ട്, അതിനും പങ്കെടുക്കുക. EFT പങ്കെടുക്കുമ്പോൾ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ റീംബേഴ്സ്മെന്റ് ഉണ്ടാവും. കാരണം മണി മൈൻഡ് സെറ്റ് ഞാൻ ഉദ്ദേശിച്ചത് സർവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സർവ്വ മനുഷ്യർക്കും അത് കിട്ടണം. എന്റെ മനസ്സിൽ അത് പൂർണ്ണമായിട്ടും. കാരണം ചില ആൾക്കാർക്ക് ഉണ്ടാവും ഒരു 500 രൂപ എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു വേദനയാണ്. അയ്യോ അത് കൊടുക്കണോ? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മാറുവാൻ സാധ്യമാണ്, മാറ്റം എന്തായാലും സാധ്യമാണ്. ഇത് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തികച്ചും സൗജന്യമായി കൊടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ സാറും എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ. മാത്രമല്ല പിന്നെ എനിക്കും തോന്നി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഗുണം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളൊരു ഫീ ഒക്കെ വെച്ചത്. മനസ്സിലായില്ലേ? അതായത് അത് അത്രയും ഡീപ്പാണ്, എല്ലാവരും കിട്ടട്ടെ. അപ്പൊ നമ്മൾ തീരുമാനം വെച്ചു, ആരെങ്കിലും ഇതിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവരിപ്പോ EFTയിലോ ട്രഷറിലോ ഒക്കെ വരികയാണെങ്കിൽ ഇതിന് അവർ ചെലവഴിച്ചത് അതിന് അവർക്ക് കുറച്ചു കൊടുക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്
ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ അടുത്ത പിന്നെ പറയപ്പെട്ട പിന്നെ EFTയിലും അതുപോലെ ട്രഷറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും ഉണ്ട്. EFTയുടെ ബേസ്, അഡ്വാൻസ്, മാസ്റ്റർ, റിലേഷൻഷിപ്പ്, മണി മൈൻഡ്സെറ്റിന്റെ അഡ്വാൻസ് എല്ലാം ഉണ്ട്. ഒരു തികവുറ്റൊരു കോഴ്സാണ് ട്രഷർ. അതിന്റെ 8ാമത്തെ ബാച്ച് മെയ് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരും കൂടി ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ. ഏതായാലും വലിയ സന്തോഷം. ഏതാ അവരേതോ വീട്ടിലത്തെ കാര്യം പറഞ്ഞാൽ തോന്നുന്നു. ഏതായാലും വലിയ സന്തോഷം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാർ ഉണ്ടായിരുന്നു. ഇത്രയും സമയം പോയി. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും താങ്ക് യു. താങ്ക് യു.